തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ തെക്കൻ ജില്ലകളിലെ സമീപകാല രാഷ്ട്രീയ മാറ്റങ്ങൾ സംസ്ഥാന ഭരണത്തിൽ നിർണായകമാകും. തെക്കൻ കേരളത്തിൽ വിജയിച്ചാൽ UDF സംസ്ഥാന ഭരണം പിടിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തിൽ ആത്മവിശ്വാസം ഉയർത്തി UDF ഇതാ മുന്നേറാൻ കുതിക്കാന് തയ്യാറെടുക്കുകയാണ്. കാലങ്ങളായുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ തെക്കൻ മേഖലകളിൽ ആര് വിജയിക്കുന്നുവോ അവർക്ക് സംസ്ഥാന ഭരണം ലഭിക്കുമെന്നാണ്. നിലവിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ UDFന് വലിയൊരു ആത്മവിശ്വാസം നൽകുന്നതുമാണ്. തിരുവനന്തപുരം ജില്ലയിൽ BJP വലിയ മുന്നേറ്റം തന്നെയാണ് നടത്തിയത്. അത് കുറച്ചു കാണുന്നില്ല. വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കഴക്കൂട്ടം, നേമം എന്നിവിടങ്ങളിൽ അവർക്ക് വ്യക്തമായ മേധാവിത്വം നേടാനായി. ജില്ലാ പഞ്ചായത്തിൽ LDF 15 സീറ്റുകൾ നേടിയപ്പോൾ UDF 13 സീറ്റുകൾ നേടി തൊട്ട് പിന്നിലെത്തി. വെറും 5 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന UDFന് ഇത് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ 13 എന്ന കണക്ക്. ബ്ലോക്ക് പഞ്ചായത്തിലും 6 എണ്ണം UDF നേടിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കെടുത്താൽ LDF നേടിയത് 35 ഗ്രാമപഞ്ചായത്തുകളാണ്. UDF 25 സീറ്റ് നേടി. 6 ഇടങ്ങളിൽ BJP ആണ് ജയിച്ചത്. 7 ഗ്രാമപഞ്ചായത്തുകളിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സ്ഥിതി ഉണ്ടായതോടെ ഇവിടെ LDFന്റെ മേൽക്കോയ്മ തകർന്നു കഴിയുകയും ചെയ്തു. 5 മാസത്തിനപ്പുറം സംസ്ഥാനം 2026 ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. തെക്കൻ കേരളം UDFനും BJPക്കും അങ്ങനെ ആക്കാൻ കഴിഞ്ഞ പിന്തുണ കൊടുക്കുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ വ്യക്തമായി പറയുന്നത്. ഈ രാഷ്ട്രീയ മാറ്റം മറികടക്കാൻ LDFന് വലിയ പരിശ്രമം വേണ്ടിവരും. കനത്ത വില തന്നെ കൊടുക്കേണ്ടി വരും. പക്ഷേ UDFന്റെ അണികൾ ഒരുമിച്ചിരിക്കുകയാണ്. ടീം UDF വീണ്ടും ആക്റ്റീവ് ആകും. ഏത് സാഹചര്യത്തിലും LDFനെ പിന്തുണയ്ക്കുന്ന ജില്ല എന്ന കൊല്ലത്തിന്റെ പഴയ പേര് ഈ തെരഞ്ഞെടുപ്പിടെ മാറ്റിയിരിക്കുകയാണ്. കൊല്ലം കോർപ്പറേഷനിൽ 25 വർഷത്തെ LDF തുടർ ഭരണം ജനങ്ങൾ അവസാനിപ്പിച്ചു. ഈ വിജയം നഗരമേഖലകളിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ UDFന് മേൽക്കൈ നൽകാൻ തെല്ലൊന്നുമല്ല പ്രതീക്ഷ നൽകുന്നത്. ജില്ലാ പഞ്ചായത്ത് ഭരണം LDF നിലനിർത്തിയെങ്കിലും UDFന് 10 സീറ്റ് ലഭിച്ചത് അവർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. നഗരസഭകളിൽ LDFന് 3ഉം UDFന് 1ഉമാണ് ലഭിച്ചത്. പത്തനംതിട്ട കാലങ്ങളായി UDF ജില്ലയായി കണക്കാക്കപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി അവർ LDFനൊപ്പമായിരുന്നു. അതൊരിക്കലും മറക്കാനും പറ്റില്ല. എന്നാൽ ഇത്തവണ ജില്ലാ പഞ്ചായത്ത് അടക്കം വ്യക്തമായ വിജയം നേടി പത്തനംതിട്ട UDF പക്ഷത്തേക്ക് ശക്തമായി തിരിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ ഇവയെല്ലാം UDFനാണ് ഇപ്പോൾ പിന്തുണ നൽകിയിരിക്കുന്നത്. ഇത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് സമ്പൂർണ്ണ ആധിപത്യം കിട്ടാൻ ആ തരത്തിലൊരു പത്തനംതിട്ട ജില്ല ഒരുങ്ങി നിൽക്കുന്നു എന്നാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഈ 3 തെക്കൻ ജില്ലകളിലെ മാറി മാറി വരുന്ന ട്രെൻഡ് ഇപ്പോഴത് UDFനൊപ്പമാണ്. ടീം UDF ഇതെങ്ങനെ ഫലപ്രദമായി പരമാവധി ഈ ഒരു അവസരത്തെ വിനിയോഗിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്.